ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും വൈദ്യു സുരക്ഷയായിട്ട് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം. ഞാൻ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. ഇനി പുറത്തുപോയി കാഴ്ചയൊക്കെ കണ്ടു. 8 മണിയായിരിക്കുന്നു ഗൈസ്. നമുക്ക് നേരെ പുറത്തോട്ട് പോവാം. പുറത്തോട്ട് വരുമ്പോൾ നല്ല കാക്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മളിവിടുത്തെ അമ്പലത്തിൽ ഉത്സവമുണ്ട്. രാമായണമൊക്കെ വായിക്കുന്നുണ്ട് അവിടെ. കേട്ടോ, ഇത്തിരി തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് കാലമൊക്കെ വന്നു. അടുത്ത് ഞാൻ ക്ലീനിങ് പരിപാടിയിലോട്ടാണ് പോയത്. ഞാൻ കിടന്ന ബെഡൊക്കെ ഒന്ന് വിരിച്ച് എല്ലായിടും ഒന്ന് അടിച്ചു വാരി എല്ലായിടും ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അച്ഛമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കണമായിരുന്നു. ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കൊടുത്തു. കഴിഞ്ഞതിന് ശേഷം എന്താ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ജനാലയൊക്കെ ഒന്ന് തുറന്നിട്ട് എല്ലാം ഒന്ന് അടുക്കി പറക്കിയൊക്കെ വെച്ചു. ഇതെൻ്റെ കരത്തൊക്കെ കൊണ്ടുപോകണ നെഞ്ചൊക്കെയാണ്. അതിനെ ഇവിടെ തൂക്കിയിട്ട് 2 ഫ്ലവേഴ്സൊക്കെ വെച്ച് എനിക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ചെയ്തു. പിന്നെ എൻ്റെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അച്ഛമ്മേൻ്റെ കോർണറിൻ്റെ അവിടെ അച്ഛമ്മയുടെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ റൂമാണ്, ബട്ട് ഇത് അച്ഛമ്മയും കൂടി ഉപയോഗിക്കും. അച്ഛമ്മയ്ക്ക് വേറെ റൂം ഉണ്ടെങ്കിലും എൻ്റെ റൂമും കൂടി ഉപയോഗിക്കും. പിന്നെ ഞാൻ എന്താ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഹോളും എൻ്റെ റൂം നമ്മുടെ ബാക്കിയുള്ള ബെഡ്റൂംസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം ഞാൻ എന്താ ചെയ്തു, നമ്മുടെ കുറേ ദിവസം കൊണ്ട് നമ്മൾ വളർത്തുന്ന നമ്മുടെ മീനുകൾക്ക് ഞാൻ ഫുഡ് കൊടുത്തു. ഇങ്ങനെ ഓടി വരും ഇങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ കഴിക്കാനായിട്ട്. ഇതിലുള്ളത് 2 കരിമീനും 1 സിലോപ്പിയും ഒരു വൈറ്റ് മോളിയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു മീനും ആണ് ഇവിടെ ഇതിലുള്ളത്. ഒന്ന് ലൈറ്റൊക്കെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ലൈറ്റൊക്കെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ലൈറ്റൊന്ന് ഓഫ് ചെയ്തിട്ടാണ് തുടയ്ക്കുന്നത്. ഒന്നാമത് വെള്ളവും കൂടിയാണ്. അപ്പോൾ വെള്ളത്തിൽ ഇരിക്കുമ്പോൾ ലൈറ്റിന് ഷോക്ക് വല്ലതും അടിക്കണമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തുടച്ച് കൊടുത്തു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ ഫുഡ് കഴിക്കും മുമ്പേ 2 ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. രാവിലെ അല്ലേ, ഒരു ഫ്രഷ് മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചന്ദനത്തിരി കത്തിച്ച് നമ്മുടെ ദൈവത്തിനൊക്കെ നമ്മൾ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം ഞാൻ പോയി ഫുഡ് കഴിക്കായിരുന്നു. ഇന്നത്തെ ഫുഡ് ദോശയും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഞാൻ ഒരു ദോശയും മോർണിംഗിൽ ഗ്രീൻ പീസ് കറി എടുത്തിട്ടുണ്ട്. ഇത്തിരി കിടന്നുറങ്ങി എഴുന്നേറ്റ് കുളിച്ചപ്പോൾ സമയം 11:30ആയി. അമ്മ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഗുലാബ് ജാം വാങ്ങിയിട്ട് വന്നു. പിന്നെ ഞാൻ ഗുലാബ് ജാം കഴിച്ചു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ചോറ് കഴിക്കായിരുന്നു. ചോറിന് കണവയും അതിനോടൊപ്പം അവിയലുമായിരുന്നു. മീൻകറി ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. അതിനുശേഷം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാനിറങ്ങി. ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് മുറ്റും അടിച്ചു. അപ്പോൾ നമുക്ക് വിളക്ക് തേക്കാൻ പോകാം. അപ്പോൾ ഗൈസ് ഞാനൊന്ന് സ്പീഡ് കൊടുത്തു. നിറയുണ്ടായിരുന്നു, അതുകൊണ്ട് സ്പീഡ് കൊടുത്തു. ഞാൻ വിളക്കൊക്കെ തേച്ച് കഴിഞ്ഞ് വിളക്കൊക്കെ ഒരുക്കി വെച്ചു. പിന്നെ ഞാൻ എന്നും നമ്മളിങ്ങനെയാണ് വിളക്ക് കത്തിക്കാറ്. പിന്നെ പൂ പറിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഗൈസ് ഇപ്പോൾ സമയം 6:05 ആയിട്ടുണ്ട്. നമ്മൾ 6:30ക്കാണ് നിലവിളക്ക് കത്തിക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് പൂവൊക്കെ പറിക്കാൻ പോകാം. നമ്മുടെ കിണ്ടിയിലിടാനായിട്ട് പറിക്കാം. നമ്മൾ തന്നെ വീട്ടിൽ വളർത്തുന്ന പൂവായതുകൊണ്ട് തന്നെ ഞാൻ പറിക്കുകയാണ്. ഈ പൂവിൻ്റെ പേരാണ് ബാഷ്പം. അപ്പം ബാഷ്പപ്പൂവ് ഞാൻ പറിക്കുകയാണ്. അപ്പം നമ്മൾ നട്ടുവളർത്തിയ പൂവാണ്. ഇതിൽ നിറയെ പൂക്കൾ കായ്ക്കും. അതിനോടൊപ്പം നമ്മൾ കാശിത്തുമ്പയും പറിക്കുന്നുണ്ട്. ഇത് വയലറ്റ് കാശിത്തുമ്പയാണ്. റെഡ് കാശിത്തുമ്പ കായ്ച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ വിളക്ക് കത്തിക്കാൻ ഒരുക്കിയ പൂജാ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അകത്ത് വെച്ചു. അപ്പോൾ ഞാൻ ഇത് കാണിക്കാൻ വിട്ടു. ഇത് നമ്മളെ തുളസിത്തറയിൽ ഞാൻ ഒരുക്കിയ നിലവിളക്കാണ്. നമ്മൾ സിറ്റ് ഔട്ടിലും കത്തിക്കും, ബുദ്ധൻ്റെ അവിടെയും കത്തിക്കും തുളസിത്തറയിൽ. പിന്നെ അവിടെ ഒരു ചന്ദനത്തിരി വിളക്കും പിന്നെ ഒരു പുകയ്ക്കുന്ന ഒരിതും വെച്ചിട്ടുണ്ട്. ഇനിയും 10 മിനിറ്റ് ഉണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ജനാലയൊക്കെ എല്ലായിടും ഒന്ന് അടച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ 6:30 ആയപ്പം വിളക്ക് കൊളുത്തി കഴിഞ്ഞ് രാമായണമൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ തുളസിത്തറയിൽ കത്തിക്കാൻ പോയി. തുളസിത്തറയിലൊക്കെ അങ്ങനെ കത്തിച്ചു കഴിഞ്ഞു. അവിടെ പുക
ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ആണോ, വിളക്കൊക്കെ കത്തിച്ച് ചന്ദനക്കുറിയും ഭസ്മവും എന്താ ഈ കുങ്കുമവും തൊട്ട് നെറ്റി തൊട്ടപ്പോൾ തന്നെ ഒരു നല്ലൊരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു. നമുക്കിനി പഠിക്കാതിരിക്കാം. നിറയെ ഹോംവർക്കൊക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാം. ഞാൻ അങ്ങനെ പഠിക്കായിരുന്നു. നിറയെ ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഇതിപ്പം സാറ്റർഡേ എടുക്കുന്ന വീഡിയോ അല്ലേ, അപ്പം ഞാൻ സാറ്റർഡേ എനിക്ക് ഫ്രൈഡേ തന്ന ഹോംവർക്ക് ഞാൻ സാറ്റർഡേ ഇരുന്ന് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് പിന്നെ സൺഡേ പിന്നെ ഫ്രീ ആവുമല്ലോ, ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇരിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ സാറ്റർഡേ തന്നെ എല്ലാ ഹോംവർക്കും പറ്റുന്ന അത്രയും പ്രോജക്റ്റോ അതോ നമുക്ക് അസൈൻമെൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സൺഡേയും കൂടി ചെയ്യും, തലേദിവസം ഹോംവർക്കൊക്കെ ചെയ്തതിന് ശേഷം. അപ്പോഴത്തേക്ക് എൻ്റെ അപ്പുറത്തെ അമ്പലത്തിൽ, അപ്പുറത്തൊരു കുഞ്ഞമ്പലമുണ്ട്, ദോ കാണുന്ന അമ്പലത്തിൽ അപ്പം വന്നിട്ട് എനിക്ക് പൂവൊക്കെ തന്നു. അതിനുശേഷം ഞാൻ പോയി മേലൊക്കെ കഴുകി പൂ വയ്ക്കാൻ അമ്മ പറഞ്ഞു. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് കുളിച്ചാണല്ലോ, പിന്നെ ഞാൻ കുളിച്ചിട്ടില്ലല്ലോ. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഉച്ചയ്ക്ക് കുളിച്ചതല്ലേ, പിന്നെ ഇപ്പോൾ മേലെ ഇടാൻ പറഞ്ഞു. അങ്ങനെ മേലൊക്കെ കഴുകിയിട്ട് തണുപ്പ് കാലം ഇത്തിരി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഹുഡി എടുത്തിട്ടു. ഇപ്പോൾ സമയം ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നെല്ലിക്കയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ സ്റ്റാർ സിംഗർ കാണായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, തട്ട് ദോശ വാങ്ങിയിട്ട് വരാം. അങ്ങനെ ദോശയും സവടയും സാമ്പാറും ഒക്കെ ആയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും വാഴ മൂവി നമ്മൾ പെൻഡ്രൈവിൽ കയറ്റി ടി വിയിലിട്ടു. അപ്പോൾ കറക്റ്റായിരുന്നു, അതിലെഴുതി കാണിക്കുകയും ചെയ്തു വാഴ എന്ന്. അങ്ങനെ മൂവി തുടങ്ങി. ഞാൻ കഴിച്ചു കഴിഞ്ഞ് ആ മൂവി കുറച്ച് കണ്ട് വന്നപ്പോൾ തന്നെ 11:30 ആയി സമയം. അപ്പോഴത്തേക്കും ഞാൻ തലയൊക്കെ ജടയൊക്കെ കളയാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ ജടയായിട്ട് ഫുള്ള് ജടയായിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ തലയൊക്കെ ഒന്ന് ജടയൊക്കെ കളഞ്ഞ് കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി റീലെടുക്കാമെന്ന്. അങ്ങനെ ഞാൻ റീലെടുക്കുകയാണ്. ഇത് പുതിയ ഉടുപ്പാണ്, അപ്പോൾ പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പാകമാണോ എന്ന് നോക്കാൻ ഇട്ട് നോക്കുകയാണ്. അപ്പോഴത്തേക്ക് റീലെടുക്കുമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇട്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഷെയ്ഡ് നല്ല ഇഷ്ടമാണ്, മെറൂൺ ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നൊരു ബായ്. ഇപ്പോൾ എന്ത് തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, കാരണം ഞാനാണ് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പം എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബായ്.